പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് ശ്രുതി എന്ന തെലുങ്കു മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2023 റിലീസായ ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തെലുങ്കു മൂവിയാണ് മൈ നെയിം ഈസ് ശ്രുതി. ശ്രീനിവാസ് ഓംകാർ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ ഹൻസിക, മുരളി ശർമ്മ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആശുപത്രികളുടെ ആവശ്യാനുസരണം സ്കിൻ ട്രാൻസ്പ്ലാന്റ് സർജറിക്ക് വേണ്ടി മനുഷ്യന്മാരെ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഓർഗൻ മാഫിയ സംഘം നഗരത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. ഒരു ഘട്ടത്തിൽ നായികയുടെ ലൈഫിൽ നടക്കുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങളുമായി ആ ഒരു ഓർഗൻ മാഫിയ സംഘത്തെ കണക്ട് ചെയ്യപ്പെടുന്നതും തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. മൈ നെയിം ഈസ് ശ്രുതി എന്ന തെലുങ്കു സിനിമ ഇപ്പോൾ തമിഴിലും മലയാളം ഡബ്ബിങ്ങിലുമൊക്കെയായി ആമസോൺ പ്രൈമിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ കഥാപാത്രങ്ങളെ നന്നായി തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നു. സിനിമയുടെ മേക്കിങ്ങും ടെക്നിക്കൽ വശങ്ങളും മ്യൂസിക്കുമൊക്കെ ഡീസൻ്റായി തന്നെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കഥാപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ സ്കിൻ മാഫിയ സംഘത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന വ്യത്യസ്തമായ ഒരു സ്റ്റോറി ലൈനോടെ ക്രൈമും മിസ്റ്ററി എലമെൻസുമൊക്കെയായി ഒരു ത്രില്ലർ ഡ്രാമ എന്ന രീതിയിലാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. ആ ഒരു കഥാസാഹചര്യത്തെ തിരക്കഥയിലൂടെ നോൺ ലീനിയർ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സ്ലോ പേസിൽ ആരംഭിച്ച് മുന്നോട്ട് പോകുന്ന സിനിമ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ എത്തുമ്പോൾ ഇൻവെസ്റ്റിഗേഷനും സസ്പെൻസും ചെറിയ ട്വിസ്റ്റുമൊക്കെയായി അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഫസ്റ്റ് ഹാഫിൽ സോങ്ങും ബാക്ക് സ്റ്റോറിയുമൊക്കെയായി എൻഗേജിങ് അല്ലാത്ത വിധത്തിൽ മുന്നോട്ട് പോകുന്നതും ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഈ സിനിമയെ കുറച്ച് പിന്നോട്ട് വലിക്കുന്നത്. സെക്കൻഡ് ഹാഫുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടി ത്രില്ലിംഗ് ആയും ഇൻട്രസ്റ്റിംഗ് ആയും ഒക്കെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവുമായിരുന്നു എന്ന് തോന്നി. 2 മണിക്കൂർ 9 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ഏവറേജ് ആയിട്ട് പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫുമായി പോകുന്ന ഒരു ത്രില്ലർ ഡ്രാമ മൂവി ആയിട്ടാണ് ഈ സിനിമ അനുഭവപ്പെട്ടത്. മൊത്തത്തിൽ പറഞ്ഞാൽ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ജസ്റ്റ് ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് മൈ നെയിം ഈസ് ശ്രുതി എന്ന് പറയാം. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ സിനിമ ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.